Question നോക്കുക. In PQR, angle Q equal to 90 degree, M is the midpoint of the PQ and N is the midpoint of QR. Then MR square plus PN square divided by PR square equal to dash. Option A 4/5, option B 9/5, ഓപ്ഷൻ സി 5/9, ഓപ്ഷൻ ഡി 5/4. ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ PQR എന്നുള്ള ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആറിൽ നിന്ന് എമ്മിലേക്ക് ഒരു പോയിന്റ്, എം എന്ന് പറയുന്നത് PQൻ്റെ മിഡ് പോയിന്റ് ആണ്. പിയിൽ നിന്നും QR ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് N ആണ്. N എന്ന് പറയുന്നത് QR എന്ന് പറയുന്നതിൻ്റെ മിഡ് പോയിന്റ് ആണെന്നുള്ളതും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ഇത്രയും കണ്ടീഷൻസ് വെച്ചുകൊണ്ട് വേണം നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട്. ക്ലിയർ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ പ്രകാരം നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ട്രയാങ്കിൾ PQN ആണ് കൺസിഡർ ചെയ്യുന്നത്. PQN കൺസിഡർ ചെയ്തതിന് ശേഷം പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ PN സ്ക്വയർ ഈക്വൽ ടു PQ സ്ക്വയർ പ്ലസ് QN സ്ക്വയർ എന്നുള്ളത് പറയാം. ഇതിൻ്റെ LHSൽ മാർച്ചസിൽ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ 4PN സ്ക്വയർ ഈസ് ഈക്വൽ ടു 4P സ്ക്വയർ പ്ലസ് 4QN സ്ക്വയർ എന്ന് നമുക്കിവിടെ എഴുതുവാനായിട്ട് സാധിക്കും. കിട്ടി. ഇനി ഈ PQNൽ ഈ N മിഡ് പോയിന്റ് ആയതുകൊണ്ട് QN എന്ന് പറയുന്നതും NR എന്ന് പറയുന്നതും എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, സെയിം ആയിട്ട് മാറുകയാണ് ചെയ്യുക. N ഇസ് ദ മിഡ് പോയിന്റ്. അപ്പോൾ QN ഈക്വൽ ടു NR ഈസ് ഈക്വൽ ടു എന്താണ്, ഹാഫ് QR എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിന് മൊത്തം 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ എന്തായിട്ട് മാറും, 2QN ഈക്വൽ ടു 2NR ഈക്വൽ ടു QR എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് ഇവിടെ നിന്നും ഫോം ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4PN സ്ക്വയർ ഈസ് ഈക്വൽ ടു 4PQ സ്ക്വയർ പ്ലസ് 4, ഈ ക്യൂവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, NR സ്ക്വയർ എന്ന് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ 4PN സ്ക്വയർ ഈസ് ഈക്വൽ ടു 4PQ സ്ക്വയർ പ്ലസ്, ഇനി നമുക്ക് അറിയാവുന്ന ഒരു കണ്ടീഷൻ നോക്കാം. ഈ NR എന്ന് പറയുന്നത് സ്ക്വയർ ടൈമിലാണ്. അപ്പോൾ 4 അല്ലേ, അപ്പോൾ 4NR സ്ക്വയർ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, 2NR ഹോൾ സ്ക്വയർ. അപ്പോൾ 2NR ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ൻ്റെ സ്ക്വയർ 4, NRൻ്റെ സ്ക്വയർ NR സ്ക്വയർ എന്നുള്ള ലെവലിലേക്ക് മാറ്റാൻ പറ്റും. ഇനി 2NR എന്ന് പറഞ്ഞാൽ എന്താണ്, QR ആണെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ 4PN സ്ക്വയർ ഈസ് ഈക്വൽ ടു 4PQ സ്ക്വയർ പ്ലസ് എനിക്ക് എന്ത് പറയാൻ പറ്റും, QR സ്ക്വയർ എന്ന് പറയുന്ന ഈക്വേഷൻ ഫോം ചെയ്യുവാനായിട്ട് സാധിക്കും. ക്ലിയർ. ഇനി ഇതേ ടെക്നിക്ക് തന്നെ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു, ട്രയാങ്കിൾ QRMൽ ഉപയോഗിക്കുകയാണ്. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ M എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. അപ്പോൾ MQ എന്ന് പറയണതും MP എന്ന് പറയണതും ഹാഫ് PQവും സെയിം ആയിരിക്കും. നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഫോളോ അപ്പ് ചെയ്ത് വരിക. അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ നമുക്കവിടെ കിട്ടുന്ന കണ്ടീഷൻ ഇതാണ്, 4MR സ്ക്വയർ ഈസ് ഈക്വൽ ടു 4QR സ്ക്വയർ പ്ലസ് PQ സ്ക്വയർ എന്ന് പറയുന്ന കണ്ടീഷൻ ഫോം ചെയ്ത് വരും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ 1ഉം 2ഉം കൂടി ഞാൻ കൂട്ടുകയാണ്. അപ്പോൾ 4 ഇൻറ്റു MR സ്ക്വയർ പ്ലസ് PN സ്ക്വയർ ഈസ് ഈക്വൽ ടു 4PQ സ്ക്വയർ പ്ലസ് QR സ്ക്വയർ പ്ലസ് 4QR സ്ക്വയർ പ്ലസ് PQ സ്ക്വയർ ആയിട്ട് മാറും. കമ്പൈൻ ചെയ്യുമ്പോൾ 4MR സ്ക്വയർ പ്ലസ് PN സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു PQ സ്ക്വയർ പ്ലസ് QR സ്ക്വയർ. PQ സ്ക്വയർ പ്ലസ് QR സ്ക്വയർ എന്ന് പറയുന്നത് ട്രയാങ്കിൾ PQR എടുക്കുകയാണെങ്കിൽ അതെന്തിനാണ്, PQ സ്ക്വയർ പ്ലസ് QR സ്ക്വയർ എന്ന് പറയുമ്പോൾ PR സ്ക്വയറിന് ഈക്വലൻ്റ് ആയിട്ട് മാറും. ശരിയല്ലേ പറഞ്ഞത്? അപ്പോൾ 4 ഇൻറ്റു MR സ്ക്വയർ പ്ലസ് PN സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 PR സ്ക്വയർ. PR സ്ക്വയറിന് താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ MR സ്ക്വയർ പ്ലസ് PN സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ PR സ്ക്വയർ ഈക്വൽ ടു 5. ഈ 4നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, 5/4 എന്നുള്ളത് വരും. അപ്പോൾ 5/4 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 5/4. ഓക്കെ, അടുത്ത വീഡിയോയിൽ മറ്റൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.